സൗന്ദര്യം ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് കൂടുതൽ വേലക്കാരി വേഷങ്ങളും ദാരിദ്ര്യവും പട്ടിണിയും തന്ന് എൻ്റെ സൗന്ദര്യത്തെ സത്യത്തിൽ മലയാള സിനിമ മറച്ചു വെച്ചു. ഞാൻ സൗന്ദര്യം കുറയ്ക്കാൻ വേണ്ടി അരിഷ്ടം കുടിച്ചു. ഇപ്പോൾ അതെ, ഞാൻ വേലക്കാരിയുടെ അഭിനയിച്ചതാണ് എന്നതിൻ്റെ മൊഴി. എന്തെങ്കിലും ഞാനൊരു പടം ചെയ്യുമ്പോൾ വിളിക്കും, സുന്ദരിയാക്കും എന്ന് പറഞ്ഞ് ഒരു സുന്ദരൻ്റെ കൂടെ അഭിനയിപ്പിച്ചു. പക്ഷേ അപ്പോഴും അതെനിക്ക് തോന്നുന്നു ആ എന്തിനു ഇതിൽ സുരഭിനെ കാണിക്കുന്ന ഒരു ഷോട്ടുണ്ട്, അതായിരുന്നു എൻ്റെ മനസ്സിൽ. പിന്നെ ഈ ക്യാരക്ടർ വായിക്കുന്ന സമയത്തും അങ്ങനെ ഒരു പൊട്ടുകൊടുന്ന ഒരു സീക്വൻസ് ആണ്. എൻ്റെ സൗന്ദര്യം അല്ല, ആ ക്യാരക്ടറിൻ്റെ സൗന്ദര്യം. നമ്മൾ ആ ക്യാരക്ടറിനെ എത്ര സുന്ദരിയായിട്ടാണ് നമ്മൾ ഉള്ളിലെടുക്കുന്നത്, എങ്ങനെയാണ് അതിനകത്തേക്ക് നമ്മൾ എടുക്കുന്നത്, അതാണ് നമ്മളുടെ മുഖത്തിലും നമ്മുടെ കണ്ണിലും ഒക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ആ ക്യാരക്ടർ ഡയറക്റ്റ് ചെയ്യുന്നതും അതിന് എഴുതി വെച്ചിരിക്കുന്നതും അതിനെ ഫ്രെയിമിലേക്ക് എടുക്കുമ്പോഴും നമ്മളുടെ അകത്തുള്ള സൗന്ദര്യമാണ് നമ്മുടെ ശരീരത്തിലൂടെ പുറത്തേക്ക് വരുന്നത്. അത് എൻ്റെ സൗന്ദര്യം എന്ന് ഞാൻ പറയില്ല. അങ്ങനെ എനിക്ക് സൗന്ദര്യം വേണ്ട, കാരണം എൻ്റെ ഓരോ ക്യാരക്ടറിനനുസരിച്ചുള്ള സൗന്ദര്യം മതി. ഇതിൽ മാണിക്കും സുന്ദരിയാണ്. അമ്മൂമ്മയായിട്ടും ചെയ്യുന്നില്ലേ? അമ്മൂമ്മയായിട്ടും ഉണ്ടല്ലോ സൗന്ദര്യം. ഞാൻ കുറച്ചില്ലേ നിങ്ങൾക്ക് വേണ്ടി. പിന്നെ എന്താ വെച്ചാൽ ഈ നമ്മൾ സൗന്ദര്യത്തിനെ പറ്റി സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ഇതിനൊരു റൂൾ ബുക്ക് ഇല്ലല്ലോ സൗന്ദര്യത്തിന്. അപ്പോൾ ഇതിൽ കാണുന്നവൻ്റെ കണ്ണിലാണ് സൗന്ദര്യം എന്ന് പറയുന്ന പോലെ ഓരോരുത്തർക്കും ഓരോ പേഴ്സ്പെക്റ്റീവ്സ് അല്ലേ, ഓരോ സൗന്ദര്യ സങ്കല്പങ്ങളല്ലേ. അപ്പോൾ ചിലപ്പോൾ ഇതിനേക്കാൾ സുന്ദരിയായിട്ട് മറ്റു സിനിമകൾ ക്യാരക്ടറിന്റെ സൗന്ദര്യമാണ്.